ഇതൊക്കെ വേഗം കഴിച്ചേ. അമ്മ എവിടെ പോണമ്മ? അത് മോളെ, കല്ലുവിന്റെ കാതുകുത്ത് കല്യാണത്തിന് എല്ലാവരും ക്ഷണിക്കണ്ടേ, അതിനായിട്ട് പോയിട്ട് വരാം അമ്മ. കല്ലുവിന് കാത് കുത്തണം. പാറക്കുഞ്ഞമ്മന്റെ കാതില് ഇടുന്നത് കല്ലുവിന് ഇടണം. അമ്മ, കല്ലുവിന്റെ കാത് കുത്തണ്ട അമ്മ. എപ്പോഴായാലും കുത്തണ്ട മോളെ, അവൾക്ക് വേദനിക്കും അമ്മ. കല്ലുവിന് കാത് കുത്തണം. പക്ഷേ അമ്മ, അവൾ കൊച്ചല്ലേ, കുറച്ചും കൂടി വലിയ കുട്ടിയാവട്ടെ എന്നിട്ട് കുത്താം. ഈ പ്രായത്തിൽ തന്നെയാ നിന്നെയൊക്കെ കാത് കുത്തിയത്, പിന്നപ്പോ ഇവളെ മാത്രം വൈകിക്കണത് എന്തിനാ? എന്നാലും പാവം കല്ലു, നല്ല വേദനിക്കും. വേദനിക്കും പറഞ്ഞിട്ട് കാത് കുത്താതിരിക്കാൻ പറ്റൂ കൊച്ചേ? കാത് കുത്തണ്ടേ? കല്ലുവിന് കാതില് കമ്മല് ഇടണം. കണ്ടോ, കേട്ടില്ലേ? അവള് ഭയങ്കര സന്തോഷത്തിലാ. അത് അവൾക്ക് അറിയുന്നിട്ടമ്മ, വേദനിക്കുന്ന അവൾക്ക് അറിയില്ലല്ലോ. ആ, ഇനിയിപ്പോ നീ അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാവളെ. അമ്മ, എന്താ ലക്ഷ്യ? അമ്മ, ആരൊക്കെയാ പോണേ? എല്ലാവരെയും വിളിക്കാന്. അത് മോളെ, ഞാനും അച്ഛനും കൂടി പോയിക്കോളാം. അമ്മ, ആ അമ്മായിയുടെ വീട്ടിൽ കൂടി പറഞ്ഞു കേട്ടോ. ആ, അവിടെ എന്തായാലും പറയുന്നുണ്ട്. അല്ലെങ്കിലേ അതിനാവും പരാതി, നമ്മൾ പറഞ്ഞില്ല പറഞ്ഞിട്ട്. പറയാ മോളെ. അമ്മ, കൊച്ചിന് നന്നായി വേദനിക്കോ? ഒരു പെണ്ണ് ഈ കൊച്ചിന്റെ മുന്നിൽ വെച്ച് രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കൊച്ചിന് പേടിച്ച് കരയൂലേ? അവൾക്ക് വേദനിക്കൊന്നുമില്ല, അതൊരൊറ്റ കുത്തോണ്ട് തീരൂലേ? അവളിപ്പോ ഇതെന്താന്നൊന്നും അറിയാതെ നല്ല സന്തോഷത്തിലമ്മ. അതെ അതെ, അവള് കാതിൽ കമ്മലിടുന്ന സന്തോഷത്തിലാ, അവൾക്കറിയില്ലല്ലോ. നിച്ചമ്മ, കമ്മല്. ഹാ, കമ്മല് കമ്മല്. പാവം കല്ലു, ഇപ്പൊ കുത്തണ്ട പറഞ്ഞു ചേച്ചി. എപ്പോഴാണ് കുത്തണ്ട പാറുവേ? നമുക്ക് നിച്ചോ പാറുവിനൊരു മേൽക്കാട് കുത്താൻ നമുക്ക്. അതെ അതെ, അപ്പൊ പിന്നെ പാറുവിന് സങ്കടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. അയ്യോ, എനിക്കൊന്നും വേണ്ട. നല്ല ഭംഗിയുണ്ടാവും കൊച്ചേ. എനിക്കത്ര ഭംഗിയൊക്കെ മതി. കല്ലുമോളെ പറ്റിക്കണവനെ ഈ പാറുവിനെ പറ്റിക്കാൻ നോക്കണ്ടാരും. അത് ശരി, ഇതിപ്പോ നല്ല തമാശ. പിന്നെ ഇപ്പൊ കൊച്ചിന് കാത് കുത്തണ്ടേ, വേദനിക്കും വിചാരിച്ചിട്ട്? അമ്മ, ആ ശാന്ത ചേച്ചിയുടെ വീട്ടിലൂടെ പറഞ്ഞോളൂ. ഇനി എവിടേക്ക് പറയാനുള്ളതെന്ന് ഓർമ്മിപ്പിച്ചോ, അല്ലെങ്കിൽ എല്ലാം മറക്കും. പരിപാടി കഴിഞ്ഞിട്ടായിരിക്കും അവിടെ പറഞ്ഞില്ല ഇവിടെ പറഞ്ഞില്ല എന്നുള്ള പരാതി വരില്ലേ? അതെ അതെ, ഞാനേ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമ്മ എപ്പോഴും പോകുന്നേ? കല്ലു വരും. ഇനിയിപ്പോ എന്റെ കാത് കുത്തുവോ? കല്ലുവിന്റെ കാത് കുത്തണ്ടെന്ന് പറയേണ്ടിയിരുന്നു. അമ്മ, എന്താ പറയൂ? അമ്മ, എന്റെ കാത് കുത്തണ്ട, കല്ലുവിന്റെ കാതിന് കുത്തിക്കോ. ഇനി പറ്റില്ല, നിന്റെ കാതും കുത്താൻ ഏറ്റിട്ടുണ്ട്. അല്ല ചേച്ചിയെ? അതെ അതെ, ഇനി മാറ്റി പറയാനൊന്നും പറ്റൂല. അമ്മ, ചേച്ചി ചേച്ചി. ഈ പാറുവിന്റെ ഒരു കാര്യം. ഇവിടെ നല്ല വെളിച്ചുണ്ട്. ഇന്ന് തന്നെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യണം. അയ്യോ, ചെറിയമ്മ എന്നെ ഒരു ഗ്ലാമറാ. എന്നെ കണ്ടാലേ ഇപ്പോഴും കല്യാണം കഴിഞ്ഞെന്ന് തോന്നൂല. ഒരു കുട്ടി ഉണ്ടെന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ? അതിനു വേണ്ടി എന്റെ ഭർത്താവ്. അങ്ങനെ ഇതിനൊന്നും പറ്റില്ല. ഒരു ഫോട്ടോ എടുത്ത് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്താ എന്ത് ഭംഗിയാകും. അല്ലെങ്കിൽ വേണ്ട, എല്ലാവരും എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നാണ് വിചാരിച്ചോട്ടെ. അത് നോക്കി നിന്നാ ചിലപ്പോ എനിക്ക് ചീത്ത കേൾക്കും. ഞാൻ എന്റെ ജോലി തുടരുന്നതാണ് നല്ലത്. ഏത് ആംഗിളിൽ നിന്ന് എടുത്താലും നല്ല ഭംഗിയാ. ഹോ, ഈ നശിച്ച പെണ്ണ് ഇവിടെ ഉണ്ടായിരുന്നോ? അത് ചെറിയമ്മ, ഞാൻ ഇവിടെ എല്ലാം തറ തുടക്കുകയായിരുന്നു. നിനക്ക് ഞാൻ ഫോട്ടോ എടുക്കുന്നത് കണ്ടില്ലടി, ഇനി ഇതിലെങ്ങനെ പെട്ടോ നീയെ? നല്ല ഫോട്ടോസുകളായിരുന്നു, അതിലേക്ക് ഈ പെണ്ണ് പെട്ടോണാവോ, ഈ ഒരു പീറ പെണ്ണ്. ഇല്ല ചെറിയമ്മേ, ഞാൻ ഇങ്ങോട്ട് മാറി നിന്നതാ. ഇവിടെ പോയാലും ഈ പെണ്ണിന്റെ മുഖം തന്നെയാ. അത് ചെറിയമ്മേ, ഞാൻ ഈ തറയെല്ലാം വൃത്തിയാക്കുകയായിരുന്നു. ഞാൻ അതിലൊന്നും പെട്ടിട്ടുണ്ടാവില്ല. ചെറിയമ്മേ, ചെറിയമ്മയ്ക്ക് ഡ്രസ് ഇട്ടിട്ടേ നല്ല ഭംഗിയുണ്ട് കാണാന്. എനിക്ക്
എടുക്കട്ടെ. നീ ഒന്നും വേണ്ടെന്ന്. അത് പറ്റൂല മമ്മി. എന്റെ ഫോട്ടോ എടുക്ക്. ആ എന്നൊന്ന് ചിരിച്ചേ. മമ്മി വേഗം എടുക്ക്. എന്നിട്ടേ മമ്മി പോസ്റ്റ് ചെയ്തോ. നല്ല ലൈക്ക് കിട്ടും എന്റെ ഫോട്ടോ വെച്ചാല്. അത് പിന്നെ എന്റെ മോൾക്ക് മമ്മിയുടെ സൗന്ദര്യം കിട്ടിയിട്ടുണ്ടല്ലോ. അല്ലാതെ മറ്റേ പെണ്ണിന്റെ പോലെയൊന്നല്ലല്ലോ. ആരുടെ കാര്യം മമ്മി പറയുന്നേ? ആരുടെ ആവും? മമ്മി ആ മുത്തല്ലേ, അവൾ അവളുടെ മമ്മിയുടെ അതേപോലെ തന്നെയാ. അതുകൊണ്ട് നീ ഒരു ഭംഗിയില്ല അവളെ കാണാന്. അതെ അതെ, അതുകൊണ്ടാവും വേഗം മേലോട്ട് പോയത്. എന്റെ അമ്മ സുന്ദരിയാണെന്ന് അമ്മമ്മയും അപ്പൂപ്പനും ഒക്കെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. മാത്രമല്ല എന്റെ അമ്മയുടെ ഫോട്ടോയിൽ കാണാൻ എന്ത് ഭംഗിയാ എന്റെ അമ്മ. ബാലു കല്ലു കാത് കുത്തുമ്പോ കരയോന്നാ എനിക്ക്. അതാ ഇപ്പോ പാറുവിനും ശിവാനിക്കും ലച്ചുവിനൊന്നും കാതു കുത്തുമ്പോ ഇത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അതെ അതെ, ആ കാതൊന്ന് കുത്തി കിട്ടണേ ഇപ്പൊ. സാരില്ല നീലു, എപ്പോഴാണെങ്കിലും കുത്തണ്ടേ. ബാലു ലച്ചു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ശാന്തമ്മാരുടെ വീട്ടിൽ പറയാന്. അത് ശരിയാ, ഞാൻ ഇന്നലെ കണ്ടിരുന്നു ശാന്തമ്മനെ. എന്താ പറഞ്ഞു ബാലു? എന്തു പറയാനാ, എപ്പോ നോക്കിയാലും പരാതിയല്ലേ. ആരും അങ്ങോട്ട് വരുന്നില്ല, നിങ്ങൾക്കിപ്പോ വലിയ ആൾക്കാരായി, അങ്ങനെയൊക്കെ കൊറേ പറഞ്ഞു. ലച്ചും തീരെ പോണില്ല. അത് ലച്ചൊക്കെ പിന്നെയും പോയിരുന്നു. ഇപ്പൊ ലച്ചുവിന് ഈ വഴിക്കൊന്നും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പോയിട്ട് കുറച്ച് ദിവസം ഇരിക്കണു. അതിന്റെ ഒരു നീരസം കാണും. പറഞ്ഞു നിന്നെ ആ വഴിക്കൊന്നും കാണുന്നില്ല പറഞ്ഞു. ഇപ്പൊ ഒക്കെ വലിയ ആൾക്കാരായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ അതൊക്കെ പറഞ്ഞു. ആദ്യം ഇടക്കിടക്ക് ഓടിപ്പോയതും 100 തന്നതൊക്കെ പറഞ്ഞു. ശിവാനിയുടെ അച്ഛനും അമ്മയാണല്ലോ പോകുന്നേ. ബാലു അത് ബാലുന്റെ ഫ്രണ്ടിന്റെ മകനല്ലേ? അതെ അതെ, രമേശിന്റെ മോനാ. എന്താ ബാലു ആ കൊച്ചിന്റെ പേര്? ആ കൊച്ചിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, എന്റെ വായിക്കടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. മോനെ. ആ അങ്കിൾ, അങ്കിൾ എവിടെ പോവാ? മോനെ ഞങ്ങൾ നിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അച്ഛനെ കാണാൻ പോവാ. എന്തു പറ്റി അങ്കിൾ? മോനെ ഇങ്ങോട്ടെ വീട്ടിലേക്ക് വരില്ലേ? വരാം അങ്കിൾ, നിങ്ങൾ നടന്നോളൂ, ഞാനിതാ വന്നു. നല്ലൊരു പയ്യൻ അല്ലേ ബാലു? അതെ അതെ, അവനാണെങ്കിൽ ആകെ ഒരു മകനേ ഉള്ളൂ. അവനെപ്പോഴും പറയും എന്നോട്, നിന്റെ 3 പെൺകൊച്ചുങ്ങള് നിന്റെ ഭാഗ്യമാടാന്ന്. അതെന്താ അവർക്ക് ആൺകൊച്ചിനെ പറ്റിയില്ലേ? അതല്ല നീലു, അവനൊരു പെൺകൊച്ചും കൂടി വേണമെന്ന് നല്ല ആഗ്രഹാ. പക്ഷേ ഒരു മകൻ മാത്രമേ ഉള്ളൂ. എടി മുത്തേ, എന്ത് മണിമോളെ? നിന്നോട് ഞാനേ നാളെ സ്കൂളിലേക്ക് എഴുതി കൊണ്ടുപോകാൻ പറഞ്ഞതേ, എഴുതി തരാൻ പറഞ്ഞതല്ലേ? മണിമോളെ, നീ പഠിക്കാഞ്ഞിട്ടല്ലേ നിനക്ക് കൊൽക്ക ടീച്ചർ എഴുതാൻ തന്നത്? നീ എന്നെ പഠിപ്പിക്കുന്നോ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്റെ നോട്ട്സ് എല്ലാം എഴുതി വെക്കെന്ന്? അത് അതെ മണിമോളെ, ഞാൻ എഴുതിയാ എനിക്കല്ലേ പഠിയുള്ളൂ, മണിമോൾക്ക് പഠിയില്ലല്ലോ. നിന്നോട് ഞാൻ എന്താ പറഞ്ഞേ? അതങ്ങോട്ട് ചെയ്താ പോരെ നിനക്ക്? അതല്ല മണിമോളെ, ഞാൻ എഴുതിയാ എനിക്ക് പഠിയും. മണിമോളെ ആ ക്ലാസ്സിൽ തന്നെ തോറ്റു പോകൂലേ? ദേ നീ ഒരു പഠിപ്പിസ്റ്റ്. എന്റെ കാര്യം നോക്കാനൊക്കെ എനിക്കറിയാം. നിന്നോട് എഴുതാൻ പറഞ്ഞ അതങ്ങോട്ട് കേട്ടാ മതി. നീ കേട്ടല്ലോ? അത് മണിമോളെ, ഞാൻ എഴുതി തന്ന ചെറിയമ്മ എന്നെ ചീത്ത പറയും. നിന്നെ ഞാനാ വശമാക്കുന്നേന്നാ ചെറിയമ്മ പറയുന്നേ. ദേ നിനക്ക് ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ വയ്യടി. നിനക്ക് ഇത്തിരി അനുസരണശീലം കുറഞ്ഞു പോയിട്ടുണ്ട്. അതല്ല മണിമോളെ, നിന്റെ തൂത്തുവാരൽ കഴിഞ്ഞോ? കഴിഞ്ഞു. കണ്ടോ, ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് ഞാൻ. ഡുണ്ടുമോളെ, ഡുണ്ടുമോളെ ഒന്ന് വിളിക്കണ്ട മണിമോളെ. ഞാൻ ചെറിയമ്മ പറഞ്ഞ പോലെ മിക്ക 4 മുറി വൃത്തിയാക്കിയതാ. ഡുണ്ടുമോളെ വേഗം വാ, ഒട്ടും സമയം കളയുന്നില്ല. എന്തിനാ എന്തിനാ ഡുണ്ടുമോളെ വിളിക്കണത്? എനിക്ക് എന്തെങ്കിലും പണി തരാനാവോ? അത് തന്നെയാവും. ഡുണ്ടു എത്ര നേരായിട്ടുണ്ടോ? ഇതൊക്കെ പെറുക്കി കൂട്ടേണ്ട പെണ്ണെ, നിനക്ക് അങ്ങോട്ട് പറഞ്ഞാ മതിയോ? എന്നാ ഡുണ്ടു തടുത്തിക്കോ. ഇതെന്തിനാ? ഇതൊരു കാര്യത്തിനാ മുത്തേ. മണിമോളെ വേണ്ടട്ടോ. എന്ത് വേണ്ടിട്ടോന്ന്? നീ ഏതടി ഡുണ്ടു ഇതിനൊക്കെ? അവൾ ഒന്നുകൂടെ നല്ലപോലെ അടിച്ചു വരട്ടെ. ഡുണ്ടു നീ കൊട്ട മാറ്റി വെച്ചിട്ട് വാ. ഇപ്പൊ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? മണിമോളെ എന്തിനാ? എന്തിനാന്നോ? നിനക്ക് എന്റെ എഴുതി തരാൻ വയ്യാലേ? അതിന്
മമ്മി കൂടി വന്നാലല്ലേ ഒന്നും കൂടി ഉഷാറാവുള്ളൂ. ഞാൻ അടിച്ചു വരിക്കോളാം. ചെറിയമ്മയെ വിളിക്കണ്ട. മമ്മി മമ്മി വേണ്ട മണിമോളെ, ഞാൻ പെട്ടെന്ന് അടിച്ചു തീർത്തോളാം. അതൊന്നും പറ്റില്ല. മമ്മി വന്നാലേ രസം ഉണ്ടാവുള്ളൂ കാണാന്. എന്തിനാ മോളെ നീ ഇങ്ങനെ വിളിക്കുന്നേ? എന്ത് മോളെ പറയേ? ഈ പെണ്ണെന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചോ എന്റെ മോളിനോട്? ഇല്ല ചെറിയമ്മേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഡി എന്താടി ഇത്ര നേരായിട്ടും നിന്റെ ഒരു മുറ്റം തൂക്കൽ ഇതുവരെ കഴിഞ്ഞില്ലേ? ആ അത് പറയാൻ തന്നെയാ മമ്മിയെ വിളിച്ചത്. അവള് പറയാ കണ്ടോ ഇത്രങ്ങാനും ഇലകളാണ് ഇവിടെ വീണ് കിടക്കുന്നത്. അവള് പറയാ അവളുടെ അടിച്ചുവാരൽ കഴിഞ്ഞെന്ന്. അവള് ചൂലെടുത്ത് വരാൻ നിൽക്കാ. ഇവിടെ ഇത്ര നേരം ഇവിടെ എന്ത് ചെയ്യായിരുന്നു? കുറെ നേരായല്ലോ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട്. അതെ ചെറിയമ്മേ, ഞാൻ ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ടതാ. എല്ലാം കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് വരാൻ നിൽക്കുകയായിരുന്നു. കണ്ടോ കണ്ടോ മമ്മി കണ്ടോ? അവൾ പറയുന്നത് കണ്ടോ? ഞാനാണ് ഇവിടേക്ക് ഇലയിട്ടെന്ന് അവൾ പറയുന്നത്. മമ്മി ഒരു വാടി എടുത്ത് അങ്ങോട്ട് അടിക്കു കൊടുക്കും മമ്മി അവൾക്ക്. നീ അകത്തേക്ക് എങ്ങനെ വരാനടി? ഈ ഉമ്മരം മൊത്തം ഇങ്ങനെ ഇല എടുക്കുമ്പോ നിന്റെ അടിച്ചുവാരൽ കഴിഞ്ഞെന്നോ? പിന്നെ എന്റെ അടിച്ചുവാരലാണ് നീ അടിച്ചു വാരിയത്? അങ്ങോട്ട് ചോദിക്കും മമ്മി അവളോട്, ചോദിക്ക്. അതെ ചെറിയമ്മേ, ഞാൻ അടിച്ചു വാരിക്കോളാം ചെറിയമ്മേ. അങ്ങനെ വഴിക്കുവാ. വേഗം അടിച്ചു വരുവാ. എന്നിട്ടേ അകത്ത് വന്നിട്ട് കുറച്ചുകൂടി ജോലിയുണ്ട്. എന്റെ മോളു നിന്റെ ജോലി? അത് മമ്മി എന്റെ റൂം മൊത്തം വൃത്തിയാക്കണം. അവിടെ മൊത്തം പൊടി പിടിച്ച് കിടക്കുക. ഈ പെണ്ണ് അവിടെ നിന്ന് നേരെ വൃത്തിയാക്കുന്നില്ലെന്ന്. കേട്ടല്ലോ? ഇത് കഴിഞ്ഞിട്ടേ എന്റെ മോളന്റെ റൂം നേരെ വൃത്തിയാക്കി കൊടുക്ക്. ഡുണ്ടുമോക്ക് അലർജി ഉള്ളതാ, തുമ്മൽ വരും. പൊടി തീരെ പറ്റില്ല അവൾക്ക്.